നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗാർഹിക തൊഴിലാളികളെ കിട്ടാനേയില്ല, വൻ പ്രതിസന്ധിയാണെന്ന് വ്യക്തമാക്കുകയാണ് കുവൈറ്റ്. എണ്ണത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നേരിടുന്നുവെന്ന വാർത്ത കുവൈറ്റ് ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ അഥവാ PACI-യുടെ പുതിയ ഡാറ്റ പ്രകാരം കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ 30,377ഓളം ഗാർഹിക തൊഴിലാളികളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 2024 ഡിസംബർ അവസാനത്തോടെ കുവൈറ്റിലെ ഗാർഹിക തൊഴിലാളികളുടെ മൊത്തം എണ്ണം ഏകദേശം 7,80,000-ലധികമായിട്ടുണ്ട്. 2023 മധ്യത്തിൽ ഇത് 8,11,000-ലധികമായിട്ട് മാറിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. തൊഴിലാളികൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഫീസ് ചുമത്തുന്നതിനാലാണ് ചില ഏഷ്യൻ രാജ്യങ്ങളിലെ തൊഴിലാളികളെ കുവൈറ്റിലേക്ക് അയക്കാൻ വിമുഖത കാണിക്കാൻ കാരണമായിട്ടുള്ളത് എന്നും മനസ്സിലാക്കുന്നു. ഫിലിപ്പൈനോ ഗാർഹിക തൊഴിലാളികളുടെ പ്രശ്നവും ഈ സാഹചര്യത്തിൽ തന്നെ കൂട്ടിച്ചേർക്കുന്നതാണ്. കൂടാതെ സമീപ വർഷങ്ങളിൽ കുട്ടികൾക്കും ഭാര്യമാർക്കുമെതിരെ ഗാർഹിക തൊഴിലാളികൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ഇതിന് മറ്റൊരു കാരണമായി പറയുന്നു. ഗാർഹിക തൊഴിലാളി ക്ഷാമത്തിന് ഇത്തരത്തിൽ നിരവധി കാരണങ്ങളുണ്ട് എന്നാണ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് റിക്രൂട്ട്മെന്റ് ഓഫീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം UAE-ൽ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട പുതിയ ഫെഡറൽ നിയമം 2022 മുതൽ തന്നെ പ്രാബല്യത്തിൽ വരികയും ശക്തമായി അത് പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ, തൊഴിലുടമകൾ, തൊഴിലാളികൾ എന്നിവർക്കിടയിലെ തൊഴിൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായിട്ടുള്ള ചട്ടക്കൂട് സ്ഥാപിക്കുന്നതാണ് ഈ പറയുന്ന പുതിയ നിയമം. അതോടൊപ്പം തന്നെ അവരുടെ അവകാശങ്ങളും കടമകളും സംരക്ഷിക്കുന്ന വിധത്തിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ നിയമം നിർവചിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. UAE നിയമങ്ങൾക്കും അന്താരാഷ്ട്ര കരാറുകൾക്കും അനുസൃതമായി ഗാർഹിക തൊഴിലാളികൾക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ അന്തരീക്ഷം നൽകുന്നതാണ് പുതിയ നിയമമെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിയമം അനുസരിച്ച് മനുഷ്യവിഭവ സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റോ താൽക്കാലിക നിയമനമോ അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. 18 വയസ്സിന് താഴെയുള്ള ഗാർഹിക തൊഴിലാളി 18 വയസ്സിന് താഴെയുള്ളവരെ ഗാർഹിക തൊഴിലാളിയായി റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതോ ജോലി ചെയ്യുന്നതോ നിയമം കർശനമായി നിരോധിക്കുന്നുണ്ട്. പുതിയ നിയമം അനുസരിച്ച് റിക്രൂട്ട്മെന്റ് ഏജൻസി കരാറിൽ സംബന്ധിച്ച നിബന്ധനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗാർഹിക തൊഴിലാളിയെ ജോലിക്ക് നിയമിക്കാതിരിക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമുണ്ടായിരിക്കും. വീട്ടുജോലിക്കാരെ അവരുടെ രാജ്യത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജോലി സ്വഭാവം, ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായി അറിയിച്ചിരിക്കണം. അവരുടെ ശാരീരിക ക്ഷമത, ആരോഗ്യസ്ഥിതി, തൊഴിൽപരമായിട്ടുള്ള കഴിവുകൾ എന്നിവയൊക്കെ വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റും ജോലിക്ക് മുമ്പ് തന്നെ ലഭ്യമാക്കേണ്ടതുണ്ട്. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള ഫോർമാറ്റിൽ മാത്രമേ തൊഴിൽ കരാർ തയ്യാറാക്കാൻ പാടുള്ളൂ. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് കരാർ. ഇതിൽ റിക്രൂട്ട്മെന്റിന്റെ കാലയളവ്, ശമ്പളം, ജോലിയുടെ സ്വഭാവം, തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും അടിസ്ഥാന അവകാശങ്ങൾ, ബാധ്യതകൾ എന്നിവയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വ്യവസ്ഥകൾ ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഒരു പകരം തൊഴിലാളിയെ നൽകാൻ ഏജൻസിക്ക് ഉത്തരവാദിത്തമുണ്ട്. അല്ലാത്തപക്ഷം റിക്രൂട്ട്മെന്റ് ഫീസ് തൊഴിലുടമയ്ക്ക് തിരികെ നൽകണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. കരാർ ലംഘനം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഏജൻസി നഷ്ടപരിഹാരം നൽകേണ്ടി വരും. റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നേരിട്ടോ മൂന്നാം കക്ഷികൾ മുഖേനയോ ഏതെങ്കിലും രീതിയിൽ കമ്മീഷൻ ഈടാക്കുന്നതും മറ്റെന്തെങ്കിലും ഫീസ് ഈടാക്കുന്നതും നിയമപരമായി നിരോധിച്ചിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വീട്ടുജോലിക്കാരോട് മനുഷ്യത്വപരമായിട്ടുള്ള പെരുമാറ്റം കാഴ്ചവെക്കണം. അവരെ ആക്രമണത്തിന് വിട്ടുകൊടുക്കരുതെന്നും ഈ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അതേപോലെ തന്നെ UAE സമൂഹത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യങ്ങളെയും കുറിച്ച് ഇവർ ബോധവാന്മാരായിരിക്കണം. എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ എവിടെ പരാതിപ്പെടണം എന്നതിനെ കുറിച്ചുള്ള അറിവും ഇവർക്ക് നൽകേണ്ടതുണ്ട്. തൊഴിൽദാതാവിനു വേണ്ടി മുഴുവൻ സമയ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നിടത്തോളം കാലം തൊഴിലാളികൾക്ക് ഉചിതമായിട്ടുള്ള താമസ സൗകര്യം, ഭക്ഷണം, വസ്ത്രം എന്നിവ നൽകാൻ തൊഴിലുടമകൾക്ക് ബാധ്യസ്ഥതയുണ്ട്. തൊഴിലുടമ വീട്ടുജോലിക്കാരോട് ശരിയായ രീതിയിൽ പെരുമാറുകയും അവരുടെ അന്തസ്സും ആരോഗ്യ സുരക്ഷയും കാത്തുസൂക്ഷിക്കുകയും സമ്മതിച്ച തൊഴിൽ കരാറിലെ വ്യവസ്ഥകൾ, മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രമേയങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ശമ്പളം നൽകുകയും വേണം. തൊഴിലാളികൾക്കുള്ള ചികിത്സയോ ആരോഗ്യ ഇൻഷുറൻസോ ലഭ്യമാക്കുകയും വേണം. ഗാർഹിക തൊഴിലാളിയെ മറ്റൊരാൾക്ക് കീഴിൽ ജോലി ചെയ്യിക്കാനോ കരാറിൽ പറഞ്ഞതല്ലാത്ത മറ്റു ജോലികൾ ചെയ്യിപ്പിക്കാനോ പാടില്ല. അതേസമയം
സമാന സ്വഭാവമുള്ള ജോലിയാണെങ്കിൽ തൊഴിലുടമയുടെ അനുവാദത്തോടെ അവ ചെയ്യിക്കുന്നതിൽ തെറ്റില്ല എന്നും പറയുന്നു. ഗാർഹിക തൊഴിലാളികൾക്ക് അവരുടെ വ്യക്തിഗത തിരിച്ചറിയാൻ രേഖകൾ സൂക്ഷിക്കാനുള്ള അവകാശം നിയമം നൽകുന്നുണ്ട്. UAE-യിൽ സേവനത്തിനിടെ മരിക്കുന്ന വീട്ടുജോലിക്കാരുടെ അനന്തരാവകാശികൾക്ക് അവർ അന്തരിച്ച മാസത്തെ ശമ്പളത്തോടൊപ്പം മറ്റ് ബാധകമായിട്ടുള്ള കുടിശ്ശികയും അടയ്ക്കുന്നതിനുള്ള വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും ഇത് വ്യവസ്ഥ ചെയ്യുന്നു. തൊഴിലുടമകളുടെ മാർഗനിർദ്ദേശവും മേൽനോട്ടവും അനുസരിച്ചും തൊഴിലാളിയും ജോലി നിർവഹണം എന്നതാണ് ഗാർഹിക തൊഴിലാളികളുടെ ഉത്തരവാദിത്തം. UAE സമൂഹത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും മാനിക്കുകയും പൊതുമര്യാദ പാലിക്കുകയും ചെയ്യണമെന്നതാണ് മറ്റൊരു വ്യവസ്ഥ. അവർ ജോലി സ്ഥലത്തെ സ്വകാര്യതയെ മാനിക്കുകയും തൊഴിലുടമയുടെ സ്വത്ത്, ജോലി ഉപകരണങ്ങൾ, അവരുടെ കസ്റ്റഡിയിലുള്ള എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുകയും വേണം. അതേപോലെ തൊഴിലുടമയുടെ അനുമതിയില്ലാതെ മറ്റൊരു ജോലിയിൽ ഏർപ്പെടാൻ പാടില്ല. ഗാർഹിക തൊഴിലാളി വാർഷിക അവധിക്ക് അവരുടെ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ യാത്രാക്കൂലിയുടെ മൂല്യം തൊഴിലുടമ വഹിക്കണം. അതേസമയം കുവൈറ്റിൽ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഗാർഹിക തൊഴിലാളികൾക്ക് തൊഴിൽ വിസയിലേക്ക് മാറാൻ അവസരമുണ്ട് എന്നും ഇതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ സൂചന നൽകുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഗാർഹിക വിസ തൊഴിൽ വിസയിലേക്ക് മാറുന്നതിന് നിലവിലുള്ള നിരോധനം 2 മാസത്തേക്ക് നീക്കാനാണ് ആഭ്യന്തര മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു നടപടി തന്നെയാണ് ഇത്. കുവൈറ്റ് ആഭ്യന്തര പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫിന്റെ അധ്യക്ഷതയിലാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു യോഗം ചേരുന്നതും മാൻ പവർ അതോറിറ്റിയുടെ പ്രത്യേക യോഗത്തിൽ ഈ ഒരു തീരുമാനമെടുക്കുന്നതും. ഇത് പ്രകാരം ഗാർഹിക വിസ തൊഴിൽ വിസയിലേക്ക് മാറ്റുന്നതിലെ നിരോധനം നീക്കാൻ ധാരണയായിട്ടുണ്ട്. നിലവിലുള്ള നിരോധനം 2 മാസത്തേക്ക് നീക്കാനുള്ള കരട് തയ്യാറാക്കാൻ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന് ഷെയ്ഖ് ഫഹദ് നിർദ്ദേശം നൽകിയിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതോടെ ഗാർഹിക വിസ തൊഴിൽ വിസയിലേക്ക് മാറ്റാൻ സാധിക്കും. കുവൈറ്റിലെ സ്വകാര്യ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെടുന്ന ജീവനക്കാരുടെ കുറവ് നികത്തുന്നതിനും കുവൈറ്റിൽ നിന്ന് തന്നെ ആളുകളെ കണ്ടെത്തുന്നതിനുമാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. നിലവിലെ നിയമപ്രകാരം ഗാർഹിക തൊഴിലാളികളുടെ 20 നമ്പർ വിസ തൊഴിൽ വിസ 18ലേക്ക് മാറ്റാൻ അനുവദിക്കുന്നില്ല. ഈ വിലക്ക് മാറ്റുന്നതിലൂടെ അർഹമായ ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ കമ്പനികളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാനായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭ്യമായേക്കും. 2 മാസത്തേക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ഉണ്ടാകുക എന്നുള്ള സൂചനയും ഇതോടൊപ്പം തന്നെ പുറത്തു നൽകിയിരുന്നു.